യിൽ വർക്ക് ചെയ്യുന്ന ആരുണ്ടെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഡെലിവറി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കഫ്റ്റീരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മസ്റ്റാണ്, അർജൻറ്റ് ആയിട്ടുള്ള സംഭവമാണ്. യിൽ വർക്ക് ചെയ്യുന്ന ആരുണ്ടെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു സ്കാം നടക്കുന്നുണ്ട്. ചില്ലറ സ്കാമല്ല, നല്ല അടിപൊളി സ്കാം. കാരണം നമുക്ക് കുടുങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒരു വാച്ചിൻ്റെ ഓർഡർ വന്ന് കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന ഡീലിംഗ് ഒക്കെ പക്ക ആയിട്ട് മലയാളിയാണ് ആൾ. കാരണം വെച്ചാൽ ഞാൻ വോയിസ് കാര്യങ്ങളൊക്കെ മലയാളത്തിലാണ്, വോയിസ് കാര്യങ്ങളൊക്കെ ഓർഡർ എടുത്തതൊക്കെ മലയാളത്തിലാണ്. അപ്പോൾ മൂപ്പര് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, ടൈപ്പിംഗ് മാത്രമേ ഉള്ളൂ, വോയിസ് കാര്യങ്ങളൊന്നും അയച്ചു തരുന്നില്ല. ഒരു പുറത്ത് നമ്പറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നാട്ടിലത്തെ നമ്പറിൽ നിന്ന് പുറത്ത് നമ്പറിൽ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, കോമൺ ആണ്, കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഓർഡർ കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ ഇപ്പോൾ അർജൻറ്റാണ്, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലേ കിട്ടുള്ളൂ, ഇവിടുത്തെ നമ്പർ കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ഡെലിവറി ടീമിൻ്റെ കയ്യിൽ നമ്മൾ ബില്ല് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് വിട്ടു കൊടുത്ത്. ഈ കാണുന്ന ഫോട്ടോയിലുള്ള ആളാണ്, പക്ഷേ അത് ആ ഫോട്ടോ ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരുന്നില്ല. കാരണം വെച്ചാൽ അതല്ല, അയാളല്ല എന്ന് ഉറപ്പാണ്. ആ നമ്പറാണ് വരുന്നത് കേട്ടോ. ഈ നമ്പറിൽ തന്നെ വേറെ നമ്മളെ ഷോപ്പിൽ തന്നെ വേറെ ആക്കുന്ന നമ്പർ ഇതേപോലെ ഈ ഇങ്ങനെ ഒരു സീന് വന്നപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്പറിൽ നിന്ന് തന്നെ വേറെയും 1-2 പ്രാവശ്യം ഓർഡേഴ്സ് കാര്യങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കൺഫേം ആക്കിയിട്ടില്ല. എന്നിട്ട് ഓർഡർ കാര്യങ്ങളെടുത്ത് സാധനം കൊണ്ട് ചെന്ന് ഡെലിവറി ടീം അവിടെ ചെന്ന് വിളിച്ചപ്പോൾ അവർക്ക് ഞാനിപ്പോൾ പുറത്താണ്, കുറച്ച് ബിസിയാണ്, കുഴപ്പമില്ല, എനിക്കൊരു അർജൻറ്റായിട്ടൊരു സാധനം കാലിഫോർണിൽ നിന്ന് എടുക്കാണ്ട്, നിങ്ങളൊന്ന് എടുത്തു തരുമോ, നിങ്ങൾക്ക് വേണ്ട ക്യാഷ് ഞാൻ ഈ എക്സ്ട്രാ പേ ചെയ്യുക, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡെലിവറി ടീം ഓക്കെ, കുഴപ്പമില്ല, ഞാൻ എടുത്തു തരാം, എന്താ ജസ്റ്റ് നിങ്ങൾ പെട്ടെന്നൊന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പർ തരുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ എന്നിട്ട് നമ്പർ കൊടുത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാണ്ട്, എന്താ വേണ്ട പ്രൊഡക്റ്റ് എന്താ, നിങ്ങൾ കാലിഫോർണിൽ ആയി കഴിഞ്ഞാൽ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ കാലിഫോർണിൽ ഏകദേശം ഇപ്പോൾ എന്ത് ചെയ്ത് മെസ്സേജ് അയച്ച്, എങ്ങനെ ഞാൻ കാലിഫോർണിലുണ്ട്, നിങ്ങൾ എന്താ വേണ്ട ചോദിച്ചല്ലോ. അപ്പോൾ നമ്മൾ ആപ്പിളിന് അതിന് റീചാർജ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതാണ് വേണ്ടത്, നിങ്ങളതൊന്ന് മേടിച്ച് തരണം പറഞ്ഞു. ഓക്കെ, അത് എത്ര 150 dirhams അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഉണ്ട്, അതൊന്നും വേണം പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് ഏകദേശം കാര്യങ്ങൾ ഓടി. ഇതിന് മുന്നേ 1-2 വീഡിയോസ് ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് ഞാനും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മൂപ്പർക്കും ആ ഒരു ഓടി ഉണ്ട്. മൂപ്പർക്കും ഏകദേശം ഫേക്കാണെന്ന് തോന്നിയപ്പോൾ മൂപ്പർക്ക് ഓടി. മൂപ്പർ എന്ത് ചെയ്ത് അതിൻ്റെ ജസ്റ്റ് റീചാർജിൻ്റെ ആ ഒരു ഏരിയയിൽ സെക്ഷനിൽ ചെന്നിട്ട് ജസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുത്ത് തന്നെ. അപ്പോൾ മൂപ്പർ കസ്റ്റമർ പറഞ്ഞോളൂ, നിങ്ങൾ അതിൻ്റെ ആ സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഡുണ്ട്, ആ കോഡൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരും, കുറച്ച് അർജൻറ്റാണ്. അപ്പോൾ മൂപ്പർ ഒറ്റയടിച്ച് ചോദിച്ചോലോ, എനിക്ക് എത്ര തന്തയാണ് അയച്ചോലോ. നമ്മളെ ഡെലിവറീൻ്റെ ഒരു കുറച്ചൊരു ഇതുള്ള ആളായതുകൊണ്ട് സ്കാമിൽ പെട്ടില്ല. കാരണം നോർമലി ഒരു ടീം ഇപ്പോൾ നമ്മളെ ചായക്കട, ഇപ്പോൾ കഫ്റ്റീരിയ ഇങ്ങനത്തെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന നോർമൽ സാധാ ഒരു ചെറിയ സാലറിക്ക് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ഓടണമെന്നില്ല. കാരണം അവർ എന്ത് ചെയ്യും, ഒരു 10 രൂപ ടിപ്പ് കിട്ടുമല്ലോ, ഈ വെയിലത്ത് ചൂടിലും പാഞ്ഞ് കളിച്ചിട്ട് പായുന്നവരാണ്. അപ്പോൾ അവർ പെടാൻ പാടില്ല. ഇത്